നമസ്കാരം. പ്രധാന വാർത്തകൾ. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ UDFിൽ അഭിപ്രായ ഭിന്നത. ലീഗ് സ്ഥിരസമിതി അധ്യക്ഷയെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ CP വിജയയെയാണ് സ്വന്തം പാർട്ടിക്കാർ പുറത്താക്കിയത്. CPMന്റെ പൊതുപരിപാടികളിൽ പങ്കെടുത്തതിനാണ് നടപടിയെന്ന് UDF പഞ്ചായത്ത് ചെയർമാൻ K. അബ്ദുൽ സലാം. ആധുനിക കൃഷിരീതിയിലേക്ക് നമ്മുടെ കർഷകരെ എത്തിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ ഉദ്ഘാടനവും ഫാം ടൂറിസം നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഒറ്റപ്പാലത്ത് കാർഷിക മഹോത്സവം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാറ്റിലും മഴയിലും പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദി തകർന്നു. ആളപായമില്ല. സമാപന ചടങ്ങ് നടത്താനിരുന്ന വേദിയാണ് തകർന്നത്. 3 ദിവസത്തെ മേളയ്ക്ക് സമാപിച്ചു. പട്ടാമ്പി ടൗണിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. 30-കാരനായ അർജുൻ രാജാണ് മരിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞാണ് അപകടം. മണ്ണാർക്കാട് നഗരസഭയിൽ UDF സീറ്റ് വിഭജനത്തിൽ ധാരണ. മുൻവർഷത്തേക്കാൾ 1 വാർഡ് കോൺഗ്രസിന് അധികം നൽകും. കോൺഗ്രസ് 12 വാർഡിലും ലീഗ് 18 വാർഡിലും മത്സരിക്കും. മണിയംകുളം പുലാച്ചിത്രയിൽ വീടിന് നേരെ ആക്രമണം. പുത്തിരിത്തൊടി ബാലചന്ദ്രന്റെ വീടാണ് ആക്രമിച്ചത്. ചുറ്റുമതിൽ തകർത്തു. നേരത്തെയും ആക്രമണം ഉണ്ടായിരുന്നതായി വീട്ടുകാർ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ സമൂഹത്തിന് അപമാനമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ. അതിക്രമങ്ങൾ തടയാൻ നിയമങ്ങളും നടപടികളും ശക്തമാക്കണം. വിശദമായ വാർത്തകൾ നോക്കാം. അനങ്ങനടിയിൽ UDFിൽ അഭിപ്രായ ഭിന്നത. ലീഗ് സ്ഥിരം സമിതി അധ്യക്ഷയെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. അനങ്ങനടി ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ CP വനജയെയാണ് പുറത്താക്കിയത്. വെള്ളിയാഴ്ച ചേർന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് അവിശ്വാസ പ്രമേയം പാസ്സായത്. മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായി അനങ്ങനടി വാർഡിൽ നിന്നും വിജയിച്ച് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷയായ CP വനജയെയാണ് UDF അംഗങ്ങൾ മാത്രമുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ നിന്നും അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കിയത്. സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലുള്ള മറ്റ് ലീഗ് കോൺഗ്രസ് അംഗങ്ങളാണ് വനജയ്ക്കെതിരെ വോട്ട് ചെയ്തത്. 10 വർഷത്തോളമായി മുസ്ലിം ലീഗ് അംഗമാണ് വനജ. നേതൃത്വത്തിന്റെ ഗൂഢാലോചനയാണ് അവിശ്വാസം കൊണ്ടുവരാനുള്ള കാരണമെന്ന് CP വനജ ആരോപിച്ചു. പ്രകാരമാവും, അല്ലാതെ എനിക്കറിഞ്ഞിട്ട് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. കഴിഞ്ഞ മാസം 29/9/2025 ഒരു അജണ്ട വന്നു ഈ വികസന സദസ്സുമായി സംബന്ധിച്ച്. അപ്പോൾ വികസന സദസ്സുമായി സംബന്ധിച്ച് തന്നെ നമ്മളിപ്പോൾ നമ്മളുടെ ഈ 5 വർഷത്തെ പ്രവർത്തനങ്ങൾ നമ്മൾ വിലയിരുത്തുന്നതാണ്. അപ്പോൾ ജനങ്ങൾക്ക് അറിയാനും നമുക്കതിൽ കാര്യങ്ങൾ അറിയാനുള്ളൊരു സദസ്സാണ് അതൊരു. പക്ഷെ എനിക്കതിനെ പറ്റി അറിയാമില്ലാമെന്ന് ഞാൻ പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, ഇതിലൊന്ന് ഒപ്പിടാൻ പറഞ്ഞു. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അപ്പോഴും ഞങ്ങൾ ഈ 6 UDFും ഒറ്റക്കെട്ടായിട്ടാണ് ഞങ്ങൾ നിന്നത്. അതിന് ഞാനൊരു വിയോജനം എൻ്റെ ഭാഗം നിന്നായിട്ട് ഒപ്പിടാൻ പറഞ്ഞ് ഞാനതിൽ ഒപ്പിട്ട് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 6-ാം തീയതിയാണ് എന്നെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു അവിശ്വാസ പ്രമേയം. ഇതുവരെ ഞാൻ ലീഗ് എന്ന പാർട്ടിയിൽ നിന്ന് മാറിയിട്ടില്ല. ഇനി നാളെ എന്ത് തീരുമാനിക്കുക എന്തോന്ന് അത് നമുക്ക് പിന്നെ ആലോചിക്കാൻ സമയമുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു. അപ്പോൾ അവർ എന്നെ പറ്റി പറയണം എന്താ വെച്ചാൽ പാർട്ടി പരിപാടിക്ക് പോയെന്ന് പറഞ്ഞു. പാർട്ടി പരിപാടിക്ക് പോയി പറഞ്ഞാൽ പാർട്ടിയുടെ പരിപാടിക്കല്ല പോയി, ഒരു പൊതുപരിപാടി, ഒരു സാംസ്കാരിക കലാപരിപാടിയാണ്. എനിക്ക് നാടൻ കലാപരിപാടി, നാടൻ കലയോട് എനിക്ക് കൂടുതൽ താല്പര്യമുള്ള ഒരാളാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ ശൈലജ ടീച്ചറെ നമുക്കറിയാം. 2018 കോവിഡ് സമയത്ത് ഒരുപാട് നന്നായിട്ട് മേഖലകൾ കേന്ദ്രീകരിച്ച് നന്നായിട്ട് പ്രവർത്തിച്ചൊരു വ്യക്തി കൂടിയാണ്. അവരുടെ ഒരു പ്രസംഗം കേൾക്കാനും അവരെ നേരിട്ട് കാണാനും വേണ്ടിയിട്ട് മാത്രം പോയതല്ലാതെ ഞാൻ പാർട്ടിക്ക് അധീനമായിട്ടോ അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറണമെന്ന് വിചാരിച്ചാൽ ചിന്തകൊണ്ട് പോയത്. UDFിന്റെ മറ്റ് മെമ്പർമാരുമായി അകലുകയും CPMന്റെ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും ചെയ്തതിനാലാണ് പാർട്ടി നിർദ്ദേശപ്രകാരം അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നതെന്നും UDF അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ K. അബ്ദുൽ സലാം മാസ്റ്റർ പറഞ്ഞു. അനങ്ങനടിയിലെ UDFിൽ ഒരു പൊട്ടിത്തെറിയില്ല. അനങ്ങനടിയിൽ UDFിൽ കോൺഗ്രസും മുസ്ലിം ലീഗും മാത്രമേ ഉള്ളൂ. ആ കോൺഗ്രസിൻ്റെ ഒരു മെമ്പറും മുസ്ലിം ലീഗിൻ്റെ 2 മെമ്പർമാരും അടങ്ങുന്ന അനങ്ങനടി പഞ്ചായത്തിലെ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണാണ് ശ്രീമതി CP വനജ, മുസ്ലിം ലീഗ് പ്രതിനിധിയായിട്ടുള്ളത്. അപ്പോൾ അവരെ മുസ്ലിം ലീഗിൻ്റെ മെമ്പറായിട്ട് 2ാം ടൈമാണ് അവർ മെമ്പറാവുന്നത്. നേരത്തെ 2015 പത്തംകുളം ഭാഗത്തു നിന്നുള്ള SC വനിതാ വാർഡിൽ അവർ മത്സരിച്ചത് കോണി ചിഹ്നത്തിൽ മത്സരിച്ച് അവർ മെമ്പറായിരുന്നു. പിന്നീട് 2020 അനങ്ങനടി വാർഡിൽ നിന്നും ജനറൽ വനിതാ സീറ്റിലാണ് അവർ കോണി ചിഹ്നത്തിലാണ് മത്സരിച്ച് അനങ്ങനടി പഞ്ചായത്ത് മെമ്പറായത്. അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് അല്ലെങ്കിൽ UDFിന് ലഭിച്ച ഒരേ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് മറ്റ് 2 വനിതാ മെമ്പർമാർ ഉണ്ടായിട്ട് പോലും അവർക്ക് പ്രത്യേക പരിഗണന നൽകിക്കൊണ്ട് അവരെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആക്കിക്കൊണ്ട് തന്നെ നല്ല രീതിയിൽ പരിഗണിച്ച് മുസ്ലിം ലീഗ് അവരെ ഉയർത്തിക്കൊണ്ടുവരികയായിരുന്നു.
എന്നാൽ ഈ രണ്ടാം ടൈമിൻ്റെ ആദ്യ പകുതി പിന്നിട്ട സമയത്തോടു കൂടി അവർ UDF-ൻ്റെ മറ്റ് മെമ്പർമാരുമായി അകലുകയും അവരോട് കൂടിച്ചേർന്ന് പ്രവർത്തിക്കാൻ കഴിയാത്ത രീതിയിലുള്ള അവരുടെ ചില പെരുമാറ്റങ്ങൾ ഉണ്ടാവുകയും എതിർപക്ഷത്തെ ഭരണ നേതൃത്വത്തിലുള്ള ആളുകളായി കൂടുതൽ അടുക്കുന്ന രീതിയിലുള്ള ഒരു പ്രവണത അവരിൽ കാണാനിടയായി. ഇത് സംബന്ധിച്ച് UDF-ൽ ചർച്ച ചെയ്യുകയും മുസ്ലിം ലീഗിൻ്റെ ബഹുമാന്യനായ ജില്ലാ പ്രസിഡന്റിൻ്റെ സാന്നിധ്യത്തിൽ ഈ വിഷയം മറ്റു മെമ്പർമാരെയും കൂടി വിളിച്ചിരുത്തി ചർച്ച ചെയ്യുകയൊക്കെ ഉണ്ടായി. അതിനുശേഷവും അവർ ആ നില തുടരുന്ന ഒരു സ്ഥിതിയാണ് പിന്നീടും കണ്ടുവന്നത്. സാങ്കേതികമായി പാർട്ടിയോട് സഹകരിക്കുകയും പ്രാക്ടിക്കലായിട്ട് പ്രയോഗത്തിൽ അത് ഇല്ലാത്ത രീതിയിലുള്ള ഒരു നീക്കമാണ് അവരുടെ ഭാഗത്തു നിന്ന് പിന്നീട് കണ്ടുവന്നത്. സാങ്കേതികമായി പാർട്ടി ആവശ്യപ്പെടുന്ന പല വിഷയങ്ങളൊക്കെ അവർ സഹകരിക്കും, പക്ഷേ ഒരു ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് കണ്ടുവന്നത്. ആധുനിക കൃഷി രീതിയിലേക്ക് നമ്മുടെ കർഷകരെ എത്തിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ്. നവീകരണം പൂർത്തിയായ അനങ്ങനടി സ്റ്റേറ്റ് സീഡ് ഫാം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കർഷകരെ കബളിപ്പിക്കപ്പെടരുത്, കർഷകരുടെ ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ കർഷകന് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടി ഉണ്ടായതാണ് ഫാമുകൾ എന്നുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പുതിയ കൃഷി രീതി വരും. എവിടെ പരീക്ഷിച്ച് നോക്കാം? കർഷകരെ പരീക്ഷിക്കണ്ട, നമുക്ക് ഫാമിൽ അത് പരീക്ഷിച്ച് നോക്കാം. നല്ല വിത്തുകൾ വരും. ആ വിത്തുകൾക്കകത്ത് കർഷകന് ബുദ്ധിമുട്ടുണ്ടാവാത്ത തരത്തിൽ നല്ല വിത്തുകൾ ഉറപ്പാക്കി ആർക്ക് കൊടുക്കാൻ പറ്റും. സർക്കാർ കൊടുക്കുമ്പോൾ സർക്കാരിന് വേറെ ലാഭത്തിന്റെ നഷ്ടത്തിന്റെ കണക്ക് ആ പ്രശ്നം വരുന്നില്ല. ആരെയും പറ്റിക്കേണ്ട പ്രശ്നവും വരുന്നില്ല. അപ്പോൾ ഗുണമേന്മയുള്ള വിത്തുകൾ ഉറപ്പാക്കി കൊടുക്കാൻ പറ്റും, തൈകൾ കൊടുക്കാൻ പറ്റും. ഈ തരത്തിൽ കാർഷിക മേഖലയുടെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ കർഷകരെ സഹായിക്കലാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അതിനാണ് കേരളത്തിൽ എവിടെയും ഫാമുകൾ രൂപപ്പെടുന്നത്. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച തുക ഉപയോഗിച്ചാണ് സ്റ്റേറ്റ് സീഡ് ഫാമിൻ്റെ നവീകരണ പ്രവൃത്തികൾ നടത്തിയത്. പി മമ്മിക്കുട്ടി MLA അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് K ബിനുമോൾ, ജില്ലാ പഞ്ചായത്ത് അംഗം C അബ്ദുൽ ഖാദർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, അനങ്ങനടി പഞ്ചായത്ത് പ്രസിഡന്റ് P ചന്ദ്രൻ, വാണിയംകുളം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, തൃക്കടീരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AP ലതിക, ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E ചന്ദ്രബാബു, ഫാം ഓഫീസർ PP ശരത് മോഹൻ, PK ശാലിനി, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CK ചാമുണ്ണി തുടങ്ങിയവർ പങ്കെടുത്തു. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡിന്റെ നവീകരണത്തിന് തുടക്കം. ഫാം ടൂറിസം നിർമ്മാണ ഉദ്ഘാടനവും കൂൺഗ്രാമ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി പി പ്രസാദ് നിർവഹിച്ചു. കൃഷി വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് 5 കോടി രൂപ ചെലവിലാണ് നവീകരിക്കുന്നത്. ഫലവൃക്ഷ തൈകളുടെയും പച്ചക്കറി തൈകളുടെയും ഉത്പാദനവും വിപണനവും നടക്കുന്ന ഈ കേന്ദ്രം വർഷങ്ങൾക്ക് ശേഷമാണ് നവീകരണ പദ്ധതിയിലേക്ക് കടക്കുന്നത്. 60കളിൽ സ്ഥാപിതമായി വിവിധങ്ങളായ കാരണങ്ങളാൽ അവഗണന നേരിട്ട സെൻട്രൽ ഓർച്ചാർഡിനെ പഴയ പ്രശസ്തിയിലേക്ക് ഉയർത്തുകയും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊരുക്കി നൽകുകയുമാണ് നവീകരണത്തിന്റെ ഭാഗമായി നടക്കുന്നത്. കൃഷിമന്ത്രി പി പ്രസാദ് നവീകരണ പ്രവൃത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാം ടൂറിസവും ലക്ഷ്യമിടുന്നുണ്ട്. സെൻട്രൽ ഓർച്ചാർഡിന്റെ ഉദ്ദേശലക്ഷ്യം നിറവേറ്റാൻ വകുപ്പിനും ജീവനക്കാർക്കും കഴിയണമെന്ന ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. അത് നടപ്പിലാക്കുകയും ഓർച്ചാർഡ് എന്തിനു വേണ്ടിയാണോ രൂപം ആ കാര്യങ്ങൾ, അതിൻ്റെ നേട്ടങ്ങൾ അവിടെ ഉണ്ടാവുകയും അത് ഉറപ്പാക്കുക എന്നുള്ളത് വകുപ്പിൽ അവിടെ നിയോഗിച്ചിരിക്കുന്ന ജീവനക്കാരുടെ കടമയും ലക്ഷ്യവും ആ തരത്തിലുണ്ട് എന്നുകൂടി ഞാൻ ഓർമ്മിക്കുന്നു. അത് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ്, ആ അർത്ഥത്തിൽ മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് നമ്മുടെ കൂൺ ഗ്രാമത്തിൻ്റെ കാര്യമാണ്. കേരളത്തിൽ 100 കൂൺ ഗ്രാമങ്ങൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചു. കേരളത്തിന് പരിചയമില്ലാത്ത ഒരു പദ്ധതിയായിരുന്നു. കൃഷി പരിചയമുണ്ട്, അപൂർവമായി പലയിടങ്ങളിലും തന്നെ കൃഷി ചെയ്തിരുന്നു. കൂൺ കഴിക്കാറുമുണ്ടായിരുന്നു. നമ്മളിപ്പോൾ സ്വാഭാവികമായി പറമ്പിലും മറ്റും ചില മഴക്കാലത്തും ഇടിയുമൊക്കെ ഉണ്ടാകുന്ന അവസരത്തിലുമെല്ലാം സ്വയമേവ പറമ്പ് ഉയർന്നു വരുന്ന കൂണുകൾ പറിച്ചെടുത്ത് പഴയ തലമുറക്കാർ നല്ലവണ്ണം നോക്കി അതിനകത്ത് വിഷമില്ലാത്തതാണ് എന്ന് ഉറപ്പുവരുത്തുന്ന കൂണുകൾ നല്ല ഭക്ഷണമായി നമ്മുടെയൊക്കെ വീട്ടിൽ ഉണ്ടാക്കി നമ്മൾ കഴിച്ചിട്ടുണ്ടാകും. പട്ടാമ്പി മണ്ഡലത്തിൽ നടപ്പാക്കുന്ന കൂൺ ഗ്രാമ പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. വലിയ വരുമാനം ഉണ്ടാക്കാവുന്ന മേഖലയാണ് കൂൺ കൃഷിയെന്നും കർഷകർക്ക് നേരിട്ട് പരിശീലനം നൽകിയുള്ള പദ്ധതികളാണ് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. ഉത്തരവിറങ്ങണമെങ്കിൽ
സർക്കാർ ഉത്തരവ് എന്ന് പറഞ്ഞാൽ ജിയോ നമ്മൾ പറയാറ്, അത് സെക്രട്ടേറിയറ്റിൽ നിന്നാണ്. ഞങ്ങൾ ജിയോ കൃഷിയിടത്തിൽ നിന്നാണ്. അപ്പൊ കർഷകരൊരു കാര്യം ഉന്നയിച്ചാൽ അത് 3 ദിവസത്തെ പരിപാടിയാണ് ഈ കൃഷി ദർശനം. ഈ 3 ദിവസത്തിനുള്ളിൽ സമാപനമാകുമ്പോഴേക്കും അതിന്റെ ഉത്തരവ് ഇറക്കാൻ പറ്റണമെന്നാണ്. സാധ്യമാവാത്ത കാര്യങ്ങളുണ്ടാവാം, അത് പിന്നീട് പുറകാലെ മതിയെന്ന് വിചാരിക്കും. അപ്പൊ അങ്ങനെ ഒരു പദ്ധതിയുടെ ഭാഗമായി പോകുമ്പോഴാണ് കണ്ണൂരിൽ വെച്ച് മുഹമ്മദ് മോഹസിൻ MLA അധ്യക്ഷനായി. പട്ടാമ്പി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ രതി ഗോപാലകൃഷ്ണൻ, എ ആനന്ദവല്ലി, MK ബേബി ഗിരിജ, വി രമണി, മറ്റ് ജനപ്രതിനിധികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ സംസാരിച്ചു. മുസ്ലിം ലീഗ് പാലക്കാട് ജില്ലാ സമ്മേളനത്തോടനുബന്ധിച്ച് ജില്ലാ കമ്മിറ്റി നടത്തിയ ജാഥയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്ക് അവമതിപ്പുണ്ടാക്കിയ നേതാക്കൾക്ക് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പരസ്യ ശാസന. ജില്ലാ ജനറൽ സെക്രട്ടറി TA സിദ്ദിഖ് അവധിയിൽ പ്രവേശിച്ചു. ട്രഷറർ TA സലാമിന് പകരം ചുമതല നൽകി. പാർട്ടി ഭരിക്കുന്ന അരിയൂർ സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്ന സാഹചര്യത്തിൽ ബാങ്ക് മുൻ പ്രസിഡന്റായിരുന്ന TA സിദ്ദിഖ് കൂടി നയിക്കുന്ന ജാഥയോട് സഹകരിക്കേണ്ടെന്ന നിലപാട് ചില നേതാക്കൾ എടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായി തെങ്കരയിലും കുമരമ്പത്തൂരിലും അലനല്ലൂരിലും ജാഥയ്ക്ക് സ്വീകരണം നൽകിയിരുന്നില്ല. ഇത് പാർട്ടിക്കുള്ളിലും പുറത്തും ചർച്ചയായി. തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പ്രഖ്യാപിച്ച ജാഥയോട് സഹകരിക്കാതിരുന്നത് പാർട്ടി ഗൗരവമായി കാണുമെന്ന് ജാഥ ക്യാപ്റ്റൻ മരക്കാർ മാരായമംഗലം ജാഥയുടെ സ്വീകരണ യോഗങ്ങളിൽ പറഞ്ഞിരുന്നു. വ്യാഴാഴ്ച പാലക്കാട് ചേർന്ന യോഗത്തിൽ ഇക്കാര്യം ചർച്ചയാവുകയും ചെയ്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് പൊൻപാറ കോയക്കുട്ടി, ജില്ലാ സെക്രട്ടറി TA സലാം, മണ്ണാർക്കാട് മണ്ഡലം പ്രസിഡന്റ് റഷീദ് ആലായൻ തുടങ്ങിയവരെ പാർട്ടി ശാസിച്ചുവെന്നാണ് ലഭിക്കുന്ന വിവരം. ജാഥ മണ്ണാർക്കാട് മേഖലയിൽ എത്തിയപ്പോൾ ഈ നേതാക്കൾ വിട്ടുനിന്നിരുന്നു. അതേസമയം 3 മാസത്തെ അവധി അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് TA സിദ്ദിഖ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകിയ അപേക്ഷ അംഗീകരിച്ചു. ഇക്കാര്യം സംസ്ഥാന പ്രതിനിധി CH റഷീദ് യോഗത്തെ അറിയിച്ചു. ജനറൽ സെക്രട്ടറിയുടെ ചുമതല ജില്ലാ ട്രഷറർ PE സലാമിന് നൽകുകയും ചെയ്തു. അരിയൂർ ബാങ്ക് വിഷയത്തിൽ ഉയർന്ന ആക്ഷേപങ്ങൾ പാർട്ടിയുടെ അന്വേഷണ കമ്മീഷൻ പരിശോധിക്കണമെന്നും കുറ്റക്കാരനാണെങ്കിൽ പാർട്ടി നിർദ്ദേശിക്കുന്ന നടപടി നേരിടാൻ തയ്യാറാണെന്നും കുറ്റക്കാരനല്ലെങ്കിൽ അർഹിക്കുന്ന പരിഗണന നൽകണമെന്നും അവധി അപേക്ഷയിൽ സിദ്ദിഖ് അഭ്യർത്ഥിച്ചിരുന്നുവെന്നാണ് വിവരം. ഹനീഫ പെരിഞ്ചേരി, ഹനീഫ മുന്നിയൂർ എന്നിവരാണ് അന്വേഷണം നടത്തുക. അതേസമയം പാർട്ടി T സിദ്ദിഖിനെ നിർബന്ധിത അവധിയിൽ പ്രവേശിപ്പിച്ചതായും ആക്ഷേപമുണ്ട്. പട്ടാമ്പിയിൽ വാഹനാപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പട്ടാമ്പി വീരമണിയിൽ അർജുൻ ഗിരിയാണ് മരിച്ചത്. 30 വയസ്സായിരുന്നു. കനറ ബാങ്കിലെ ജീവനക്കാരനാണ്. വെള്ളിയാഴ്ച രാവിലെ 9:30യോടെയാണ് അപകടം സംഭവിച്ചത്. മേലെ പട്ടാമ്പി കോടതിക്ക് സമീപത്ത് വെച്ചായിരുന്നു അപകടം. മുന്നിൽ പോവുകയായിരുന്ന വാഹനത്തെ മറികടക്കാൻ ശ്രമിക്കുന്നതിനിടെ അർജുൻ ഗിരി സഞ്ചരിച്ചിരുന്ന ബൈക്ക് മറിയുകയും പിറകിൽ വന്ന ഗുഡ്സ് വാഹനത്തിന്റെ ടയറുകൾ അർജുന്റെ ദേഹത്തേക്ക് കയറിയിറങ്ങുകയുമായിരുന്നു. ഓടിക്കൂടിയവർ ഉടൻ തന്നെ പട്ടാമ്പിയിലെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണപ്പെട്ടു. പട്ടാമ്പി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. കനറ ബാങ്കിലെ ജീവനക്കാരനാണ് അർജുൻ. വീരമണിയിൽ ശ്രീഗിരി വീട്ടിൽ പരേതനായ ഗിരിവാസകുമാറിന്റെയും ശ്രീജയുടെയും മകനാണ്. വാണിയംകുളം പുലാച്ചിത്രയിൽ വീടിന് നേരെ ആക്രമണം. പുലാച്ചിത്ര പുത്തിരിത്തൊടി ബാലചന്ദ്രന്റെ വീടിന് നേർക്കാണ് ആക്രമണം ഉണ്ടായത്. വ്യാഴാഴ്ച പുലർച്ചെ 2 മണിയോടെയാണ് സംഭവം. വീടിന്റെ ചുറ്റും കെട്ടിയ സ്ലാബ് മതിൽ പകുതിയും പൊളിച്ചിട്ട നിലയിലാണ്. നേരത്തെയും വീടിന് നേർക്ക് ആക്രമണമുണ്ടായിരുന്നതായി വീട്ടുകാർ പറഞ്ഞു. നേരത്തെ ബാലചന്ദ്രന്റെ ഇരുചക്രവാഹനത്തിന്റെ എഞ്ചിനിൽ മണ്ണിട്ട സംഭവവും ഉണ്ടായിരുന്നു. കൂടാതെ ഷട്ടറുകൾ കീറിയിടുകയും ചെയ്തു. ഇതിനെ തുടർന്ന് വീട്ടിന് മുന്നിൽ CCTV സ്ഥാപിച്ചിരുന്നു. എന്നാൽ വ്യാഴാഴ്ച നടന്ന സംഭവത്തിൽ ഇതും പൊട്ടിച്ചിട്ട നിലയിലാണ്. മതിലിന്റെ 10 സ്ലാബുകളാണ് തകർത്തത്. ഏകദേശം 20,000 രൂപയുടെ നഷ്ടമുണ്ടായതായി ബാലചന്ദ്രൻ പറഞ്ഞു. സംഭവം നടക്കുമ്പോൾ ബാലചന്ദ്രനും ഭാര്യ രാധികയും കുട്ടിയുമാണ് ഉണ്ടായിരുന്നത്. ഒറ്റപ്പാലം പോലീസിൽ പരാതി നൽകി. വാർഡംഗം ആശാദേവിയും സംഭവസ്ഥലത്തെത്തി. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ പോസ്റ്ററിട്ട ആലത്തൂർ DYSP R മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്ക് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തി. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി P ശ്രീരാമൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. രാഷ്ട്രപതിയുടെ ശബരിമല സന്ദർശനത്തിൽ സമൂഹമാധ്യമത്തിൽ വിവാദ സ്റ്റാറ്റസ് പങ്കുവച്ച ആലത്തൂർ DYSP R മനോജ് കുമാറിന്റെ കടമ്പഴിപ്പുറത്തെ വീട്ടിലേക്കാണ് സംഘപരിവാർ സംഘടനകൾ മാർച്ച് നടത്തിയത്. വ്യാഴാഴ്ച വൈകിട്ട് 7 മണിയോടെ നടന്ന മാർച്ച് വായില്ലാകുന്ന് റോഡിൽ പോലീസ് തടഞ്ഞു.
മണ്ണാർക്കാട് ഡിവൈഎസ്പി എം സന്തോഷ് കുമാർ, ശ്രീകൃഷ്ണപുരം SHO എസ് അനീഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് വീടിന് 500 മീറ്റർ അകലെ റോഡിൽ ബാരിക്കേഡും കയറും കെട്ടിയാണ് മാർച്ച് തടഞ്ഞത്. സർക്കാർ തന്നെ വിശ്വാസികൾക്കെതിരാണ്. അവിശ്വാസികളെ അമ്പലത്തിൽ കയറ്റിക്കൊണ്ട് വിശ്വാസത്തെ തകർക്കുന്ന ഇത്തരം നീചമായ ഇത്തരം പ്രവൃത്തികൾക്കെതിരെ സംഘപരിവാർ സംഘടനകൾ മുന്നോട്ട് വരുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. നമ്മൾ ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഇങ്ങനെ വൈകാരികമായ ഒരു സംഭവം നടക്കാൻ വേണ്ടി ഉണ്ടായ കാരണം നമുക്കറിയാം. അദ്ദേഹം ബഹുമാനനായിട്ടുള്ള ഡിവൈഎസ്പി, അദ്ദേഹം ഈ നാട്ടുകാരനാണ്, ഈ നാട്ടിലെല്ലാവർക്കും അറിയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന് കഴിഞ്ഞ ചരിത്രം എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേക തരത്തിലുള്ള രാഷ്ട്രീയമുണ്ട് എന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട്. ആ രാഷ്ട്രീയം അദ്ദേഹം ഉപയോഗിച്ചോ എന്ന് ഈ നാട്ടുകാർ സംശയിക്കുമ്പോൾ നമുക്ക് തെറ്റി പറഞ്ഞുകൂടാ. അതുകൊണ്ട് അദ്ദേഹം ഈ കാര്യം മനസ്സിലാക്കി ഇത്തരത്തിലുള്ള ഈ വിശ്വാസികൾക്കെതിരെ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതിന്റെ പേരിൽ അദ്ദേഹം ഖേദം പ്രകടിപ്പിച്ചു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും ഈ ഒരു സംഭവം നമ്മുടെ ഹൈന്ദവ സമാജത്തെ, ഹിന്ദു സമൂഹത്തെ ശബരിമല അയ്യപ്പന്റെ പൂങ്കാവനമായിട്ടുള്ള ആ പൂങ്കാവനത്തിലുള്ള സ്വർണങ്ങളും താഴികക്കുടങ്ങളും അവിടുത്തെ വെള്ളിയും സ്വർണവും പൈസയും ഇട്ട് കട്ടുകൊണ്ടുപോകുന്ന ഇത്തരം നീചന്മാർക്കെതിരെ, കള്ളന്മാർക്കെതിരെ, കൊള്ളക്കാർക്കെതിരെ ശക്തമായ പോരാട്ടം നടക്കുവാൻ വേണ്ടി കെ നിഷാദ് മാർച്ചിൽ അധ്യക്ഷനായി. BJP സംസ്ഥാന കമ്മിറ്റി അംഗം KP മുരളീധരൻ, മണ്ഡലം ജനറൽ സെക്രട്ടറി N സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു. മണ്ണാർക്കാട് നഗരസഭയിൽ UDF സീറ്റ് വിഭജനത്തിൽ ധാരണ. മുൻ വർഷത്തേക്കാൾ ഒരു വാർഡ് അധികം കോൺഗ്രസിന് നൽകാൻ തീരുമാനിച്ചു. 30 വാർഡുള്ള നഗരസഭയിൽ കോൺഗ്രസ് 12 വാർഡിലും ലീഗ് 18 വാർഡിലും മത്സരിക്കാനാണ് ഏകദേശ ധാരണയായത്. കാഞ്ഞിരം വാർഡാണ് കോൺഗ്രസിന് അധികമായി നൽകുന്നത്. 2020 തെരഞ്ഞെടുപ്പിൽ 10 വാർഡിൽ മത്സരിച്ച കോൺഗ്രസ് 3 സീറ്റിലാണ് വിജയിച്ചത്. 17 വാർഡിൽ മത്സരിച്ച ലീഗ് 12 എണ്ണത്തിൽ വിജയിച്ചു. ഒരു വാർഡ് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിലും ഒരു സീറ്റ് RSPക്ക് നൽകിയെങ്കിലും 2ലും തോറ്റു. സീറ്റ് ചർച്ചയ്ക്ക് മുന്നോടിയായി കോൺഗ്രസ് ഓഫീസിൽ ചേർന്ന യോഗത്തിൽ രൂക്ഷമായ ചർച്ചയാണ് നടന്നത്. സീറ്റ് വിഭജനത്തിൽ കോൺഗ്രസിന് അർഹമായ സീറ്റ് നേടിയെടുക്കണമെന്ന് നേതാക്കൾ ആവശ്യപ്പെട്ടു. എല്ലാ തവണയും ലീഗ് തരുന്നത് വാങ്ങി തിരിച്ചു പോരുന്ന രീതി മാറണമെന്ന് നേതാക്കൾ ശക്തിയുക്തം പറഞ്ഞു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചർച്ചയിൽ 12 സീറ്റ് വേണമെന്ന ആവശ്യത്തിൽ കോൺഗ്രസ് ഉറച്ചു നിന്നത്. ലീഗ് ആദ്യം വഴങ്ങിയില്ലെങ്കിലും സീറ്റ് വിഭജനം വഴിമുട്ടുന്ന ഘട്ടത്തിൽ കാഞ്ഞിരം സീറ്റ് കോൺഗ്രസിന് നൽകാൻ ധാരണയാവുകയായിരുന്നു. തനിക്കെതിരെ CPM പ്രവർത്തകൻ സമൂഹ മാധ്യമങ്ങൾ അധിക്ഷേപം നടത്തുന്നത് തടയാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന് നഗരസഭാ ഉപാധ്യക്ഷ K പ്രസീത യോഗത്തിൽ പൊട്ടിത്തെറിച്ചു. മതിയായ സംരക്ഷണം കോൺഗ്രസിൽ നിന്ന് തനിക്ക് ലഭിച്ചില്ലെങ്കിൽ പാർട്ടിയിലേക്ക് മഹിളകൾ വരുന്നത് തടയുമെന്ന് മുന്നറിയിപ്പ് നൽകി. എന്നാൽ നേരത്തെ കരാറുകാരൻ അപകീർത്തിപരമായ പരാമർശം നടത്തിയ സാഹചര്യത്തിൽ താൻ ഇടപെട്ടിരുന്നതായി കൗൺസിലർ അരുൺകുമാർ പാലക്കുറിശി യോഗത്തിൽ പറഞ്ഞു. ഉപാധ്യക്ഷയുടെ പരാതി ഗൗരവമായി എടുക്കുമെന്ന് യോഗം ഉറപ്പു നൽകിയാണ് പിരിഞ്ഞത്. വളയാറിൽ വൻ കുഴൽപ്പണ വേട്ട. രേഖകളില്ലാതെ കാറിൽ കൊണ്ടുവന്ന 2,54,50,000 രൂപ എക്സൈസ് പിടികൂടി. രാജസ്ഥാൻ സ്വദേശി ഭവാനി സിംഗിൽ നിന്നാണ് പണം പിടികൂടിയത്. ഇയാളെയും പണവും പാലക്കാട് ഇൻകം ടാക്സ് വകുപ്പിന് കൈമാറി. വെള്ളിയാഴ്ച രാവിലെ വാളയാർ എക്സൈസ് ചെക്ക് പോസ്റ്റിന് മുൻവശം വെച്ച് എക്സൈസ് ഇൻസ്പെക്ടർ പ്രശാന്ത് PR-ഉം പാർട്ടിയും ചേർന്ന് വാഹനം പരിശോധിച്ചപ്പോഴാണ് പണം കണ്ടെത്തിയത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ അനീഷ് KP, സന്തോഷ് കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർമാരായ മുഹമ്മദ് ഫിറോസ് M, വിവേക്, സജീവ് S എന്നിവരും എക്സൈസ് സംഘത്തിലുണ്ടായിരുന്നു. ബസ്സിൽ മാതാവിനൊപ്പം യാത്ര ചെയ്ത 1.5 വയസ്സുകാരിയുടെ മാല മോഷണത്തിലെ പ്രതിയെ കണ്ടെത്താനായില്ല. മണ്ണാർക്കാട് തിരുവിഴാംകുന്ന് റൂട്ടിലോടുന്ന ഫാത്തിമ ബസ്സിൽ ഒക്ടോബർ 11-നാണ് സംഭവമുണ്ടായത്. പള്ളിക്കുറുപ്പ് പാലയങ്കൽ വീട്ടിൽ മുഹമ്മദ് അലിയാണ് പരാതിക്കാരൻ. മുഹമ്മദ് അലിയുടെ 1.5 വയസ്സുകാരിയായ മകളുടെ കഴുത്തിലെ 1.5 പവൻ തൂക്കം വരുന്ന മാലയാണ് ബസ് യാത്രക്കിടെ മോഷ്ടിക്കപ്പെട്ടത്. ബസ്സിൽ നിന്ന് മുഹമ്മദ് അലിയുടെ ഭാര്യ കുഞ്ഞിനെ എടുത്ത് ഇറങ്ങുന്നതിനിടെ സമീപത്ത് നിൽക്കുന്ന സ്ത്രീ കുഞ്ഞിന്റെ കഴുത്തിൽ കൈവയ്ക്കുന്നത് CCTV ദൃശ്യമുണ്ട്. CCTVയിലെ ദൃശ്യം കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണെന്ന് മണ്ണാർക്കാട് പോലീസ് പറഞ്ഞു. പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദി തകർന്നു വീണു. ശക്തമായ കാറ്റിലും മഴയിലുമായിരുന്നു സംഭവം. ആളപായമില്ല.
വേദിയിൽ നടന്നുകൊണ്ടിരുന്ന ശാസ്ത്രനാടകം അവസാനിച്ച് വിദ്യാർത്ഥികളും അധ്യാപകരും മടങ്ങിയതിനാൽ അപകടം ഒഴിവായി. വൈകിട്ട് 4 മണിയോടെ ആയിരുന്നു സംഭവം. കാറ്റിൽ വേദിയുടെ മേൽക്കൂരയും കാലുകളും തകർന്നു വീഴുകയായിരുന്നു. 6 മണിക്ക് ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ സമാപന ചടങ്ങ് നടത്താനിരുന്നതും ഇതേ വേദിയിലായിരുന്നു. ശാസ്ത്രോത്സവത്തിന്റെ കൂടുതൽ വാർത്തകൾ കാണാം ഇടവേളയ്ക്ക് ശേഷം. വാർത്തകൾ തുടരുന്നു. പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രമേളയ്ക്ക് പട്ടാമ്പിയിൽ സമാപനം. 3 ദിവസങ്ങളിലായാണ് മേള നടന്നത്. സമാപന ദിവസവും വിവിധ ഇനങ്ങളിൽ മത്സരങ്ങൾ നടന്നു. പട്ടാമ്പി ഗവൺമെൻറ് ഹൈസ്കൂളിലും UP സ്കൂളിലുമായാണ് പാലക്കാട് റവന്യൂ ജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവം നടന്നു വന്നിരുന്നത്. സമാപന ദിവസം രാവിലെ മുതൽ ശാസ്ത്രമേള, സാമൂഹ്യ ശാസ്ത്രമേള എന്നിവയിലെ മത്സരങ്ങളാണ് നടന്നത്. ശാസ്ത്രമേളയിൽ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മത്സരങ്ങളും ഉണ്ടായി. സാമൂഹ്യ ശാസ്ത്രമേളയിൽ വർക്കിംഗ് മോഡൽ, ടീച്ച് എയ്ഡ് മത്സരങ്ങൾ നടന്നു. ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നുമായി 4000-ഓളം ശാസ്ത്രപ്രതിഭകളാണ് മേളയിൽ മാറ്റുരച്ചത്. ഭാവിയിലെ ശാസ്ത്രജ്ഞന്മാരുടെയും സാങ്കേതിക വിദഗ്ധരുടെയും കരകൗശല വിദഗ്ധരുടെയും സംഗമം കൂടിയായി മേള. കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ ശ്രദ്ധേയമായ നിരവധി കണ്ടുപിടുത്തങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചാണ് പാലക്കാട് റവന്യൂ ജില്ലാ ശാസ്ത്രോത്സവത്തിന് കൊടിയിറങ്ങുന്നത്. ടീച്ചറെ വരെ ശാസ്ത്രമേളയിൽ കുട്ടികൾ അവതരിപ്പിച്ചു. ബിരുദവും ബിരുദാനന്തര ബിരുദങ്ങളൊന്നും ആവശ്യമില്ല. കുട്ടികളെ പഠിപ്പിക്കാൻ ടീച്ചർ റെഡിയാണ്. ജില്ലാ ശാസ്ത്രോത്സവത്തിൽ കുട്ടി ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തങ്ങൾ ഈ വിധത്തിൽ നീളുകയാണ്. പാലക്കാട് ഭാരതമാതാ ഹയർ സെക്കൻഡറി സ്കൂളിലെ ആദികേശാണ് ശാസ്ത്രമേളയിൽ റോബോട്ടിക് ടീച്ചറെ അവതരിപ്പിച്ചത്. എക്സിമ 2 എന്ന പേരിട്ട റോബോട്ടിന് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനും സംസാരിക്കാനും കഴിയും. ഇതാണ് എക്സിമ V2. ഇതൊരു AI ടീച്ചറാണ്. ഒരു ടീച്ചറുടെ ഫീച്ചേഴ്സിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ ഇതിനറിയാം. നമ്മൾ ഈ ലോകത്തുള്ള എന്ത് ചോദ്യം ചോദിച്ചാലും, ഏത് ബ്രാഞ്ചിൽ നിന്നായാലും, ഫിസിക്സ് ആയാലും കെമിസ്ട്രി ആയാലും മാത്സ് ആയാലും ഏത് ബ്രാഞ്ചിൽ നിന്ന് ചോദ്യം ചോദിച്ചാലും ഇത് ഉത്തരം പറയും. അതുപോലെ തന്നെ പാട്ട് പാടാൻ പറഞ്ഞാൽ പാട്ട് പാടും, കഥ പറയാൻ പറഞ്ഞാൽ കഥ പറയും. ഇത് എല്ലാം എക്സിമയുടെ ബ്രെയിൻ എന്ന് പറയുന്നത് തന്നെ ഇൻഫറൻഷ്യൽ കമ്പ്യൂട്ടർ ചിപ്പ് എന്ന് പറയുന്ന ചിപ്പാണ്. അതിൽ നമ്മൾ ജെമിനി ആയി കണക്ട് ചെയ്തിട്ടാണ് ഈ ഫീച്ചേഴ്സ് ഒക്കെ എടുക്കുന്നത്. അതുപോലെ തന്നെ ഇതിന് മൂവ് ചെയ്യാൻ സാധിക്കും. എക്സിമയ്ക്ക് മൂവ് ചെയ്യാൻ സാധിക്കും. അത് ആർഡിനോ യുഎനോ ഉപയോഗിച്ചിട്ടാണ്. അതിൽ നമുക്ക് വോയിസ് കൺട്രോളും ചാറ്റും അതുപോലെ തന്നെ ഗെയിം പാഡ് യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. AI ടീച്ചർ തന്നെയാണ് എനിക്ക് എന്റെ ചെറുപ്പം മുതലേ ഉള്ള ഒരു എയിമാണ് ഒരു റോബോട്ടിക് സയന്റിസ്റ്റ് ആണെന്ന്. അതിന്റെ ചെറിയ സ്റ്റെപ്പ് ആയിട്ടാണ് എനിക്ക് എക്സിമയെ തോന്നുന്നത്. എന്റെ പാരന്റ്സ് തന്നെയായിരുന്നു, പപ്പയും അമ്മയായിരുന്നു മോട്ടിവേഷൻ. അതായത് കുറെ പ്രാവശ്യം ഫെയിൽ ആയിരുന്നു. ഇതിന്റെ എക്സിമ V1 ഒരു ഫെയിലിയർ ആയിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഞാൻ തളർന്നിരുന്നപ്പോ എന്റെ പപ്പയും അമ്മയാണ് മോട്ടിവേറ്റ് ചെയ്ത് ഇത്ര വലിയ ISR ഒക്കെ ഫെയിൽ ആവണം, അപ്പൊ ഈ ചെറിയ സാധനം അതൊന്നും കുഴപ്പമില്ല, നീ അടുത്തതിലേക്ക് അവര് മോട്ടിവേറ്റ് ചെയ്തു. ഗെയിം പാഡും പ്ലേ സ്റ്റോറും ചാറ്റും ഉപയോഗപ്പെടുത്തിയാണ് ആദികേശിന്റെ ഈ പരീക്ഷണം. 4 മാസം എടുത്താണ് ഇതിന് രൂപം നൽകിയത്. 25,000 രൂപയോളം ചെലവ് വന്നു. സൗത്ത് ഇന്ത്യൻ ലെവൽ റോബോട്ടിക് മത്സരത്തിൽ 1ാം സ്ഥാനം നേടിയിരുന്നു. ഒറ്റപ്പാലം നിയോജകമണ്ഡലം സമഗ്ര കാർഷിക വികസന പദ്ധതിയായ നാട്ടുപച്ചയുടെ ഭാഗമായി സംഘടിപ്പിക്കുന്ന കാർഷിക മഹോത്സവത്തിന് തുടക്കമായി. കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം നിർവഹിച്ചു. ഒറ്റപ്പാലം അസംബ്ലി മണ്ഡലത്തിലെ കാർഷികാനുബന്ധ മേഖലകളിലെ വികസന പ്രവർത്തനങ്ങൾ ഊർജിതപ്പെടുത്തുന്നതിനായാണ് നാട്ടുപച്ച എന്ന പേരിൽ സമഗ്ര കാർഷിക വികസന പദ്ധതി ആരംഭിച്ചത്. ഈ പദ്ധതിയുടെ ഭാഗമായാണ് ഒക്ടോബർ 23 മുതൽ 25 വരെ കാർഷിക മഹോത്സവം എന്ന പേരിൽ പ്രദർശന വിപണന മേള സംഘടിപ്പിക്കുന്നത്. മേളയിൽ കൃഷി, മൃഗസംരക്ഷണം, ഫിഷറീസ്, ക്ഷീരവികസനം, അനുബന്ധ ഉപജീവന മേഖലകൾ എന്നിവയെ മുൻനിർത്തി സെമിനാറുകൾ, വിവിധ പ്രദർശനങ്ങൾ, കർഷകരെ ആദരിക്കൽ, ഭക്ഷ്യമേള, കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ 3 ദിവസങ്ങളിലായി ഒറ്റപ്പാലം ലക്ഷ്മി തിയേറ്ററിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ പവലിയനിൽ വെച്ച് നടക്കും. വ്യാഴാഴ്ച വൈകിട്ട് 4 മണിക്ക് കാർഷിക ഘോഷയാത്രയും സാംസ്കാരിക സമ്മേളനവും നടന്നു. വെള്ളിയാഴ്ച കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഭക്ഷണത്തിന് നമ്മൾ കൃഷി ചെയ്യുന്നില്ലെങ്കിലും നമുക്ക് വേണ്ടി എവിടെയൊക്കെയോ ആരെല്ലാമൊക്കെയോ കൃഷി ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ഇതിനേക്കാൾ എല്ലാ മനുഷ്യരുമായും ബന്ധപ്പെട്ട് നിൽക്കുന്ന വേറെ ഒരു കാര്യവുമില്ല എന്ന് പറയാൻ കഴിയും. ഇത്രയും ജനങ്ങൾക്ക് വേണ്ട വേറെ ഏത് കാര്യത്തെയാണ് പറയാൻ കഴിയുന്നത്? ഭക്ഷണമാണ്. ശാസ്ത്രീയമായി തന്നെ കണക്ക് കൂട്ടിയിരിക്കുന്നത് ഭക്ഷണത്തിൻ്റെ 95% കൃഷിയിലൂടെ ഉണ്ടാവുന്നതാണ് എന്നാണ്.
അപ്പോൾ കൃഷിയുടെ പ്രാധാന്യം നോക്കുക, കൃഷിയുടെ പ്രത്യേകത നോക്കുക. ഇത് നമ്മളെല്ലാവരും, സമൂഹവും സർക്കാരുകളും ഗൗരവത്തോടു കൂടി ഉൾക്കൊള്ളേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതൊരാളായാലും ഭക്ഷണം വേണോ, കൃഷി വേണം. ഇനി ഈ ഭക്ഷണമാണ് നമ്മളുടെ ആരോഗ്യത്തിൻ്റെ കൂടി അടിത്തറ. തുടർന്ന് സ്റ്റാളുകളുടെ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. കെ പ്രേംകുമാർ MLA അധ്യക്ഷനായി. പി മമ്മിക്കുട്ടി MLA, എൻ ഷംസുദ്ദീൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ബിനു മോൾ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ്, ഒറ്റപ്പാലം നഗരസഭാ ചെയർപേഴ്സൺ കെ ജാനകി ദേവി, ഒറ്റപ്പാലം സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്ക് പ്രസിഡന്റ് കെ രത്നമ്മ, പ്രോഗ്രാം കൺവീനർ ജെ അമല തുടങ്ങിയവർ പങ്കെടുത്തു. 25 രാവിലെ 10 മുതൽ വിവിധ വിഷയങ്ങളിൽ സെമിനാറുകൾ നടക്കും. വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന സമാപന സമ്മേളനവും കർഷകരെ ആദരിക്കലും വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ സമൂഹത്തിന് അപമാനമാണെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ പറഞ്ഞു. ഇത്തരം അതിക്രമങ്ങൾ തടയുന്നതിനുള്ള നിയമങ്ങളും നടപടികളും ശക്തമാക്കണമെന്നും ഡോക്ടർ MN മേനോൻ ആവശ്യപ്പെട്ടു. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ചിലെ 2025-2026 വർഷത്തേക്കുള്ള പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിപുലവും വർണ്ണാഭവുമായ ചടങ്ങിൽ IMA പെരിന്തൽമണ്ണ ഘടകത്തിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ KP ഷറഫുദ്ദീൻ പ്രസിഡന്റ്, ഡോക്ടർ ഹേമ ശശിധരൻ, ഡോക്ടർ KB ജലീൽ എന്നിവർ വൈസ് പ്രസിഡന്റുമാർ, ഡോക്ടർ സെയ്ദ് ഫൈസൽ സെക്രട്ടറി, ഡോക്ടർ നിഷ M, ഡോക്ടർ ദിലീപ് M എന്നിവർ ജോയിന്റ് സെക്രട്ടറിമാർ, ട്രഷറർ ഡോക്ടർ T രാജീവ് എന്നിവരാണ് ബ്രാഞ്ച് ഭാരവാഹികളായി ചുമതലയേറ്റത്. ഡോക്ടർ ഷാജി അബ്ദുൽ ഗഫൂറിനെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായും തിരഞ്ഞെടുത്തു. സംസ്ഥാന ഘടകത്തിന്റെ നിയുക്ത പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ പുതിയ ഭാരവാഹികൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. I do solemnly swear that I, Dr. Sharafuddin KP, will faithfully execute the duties of the President of IMA Peridhalmanna and ആരോഗ്യ പ്രവർത്തകർക്കും ആശുപത്രികൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങൾ എന്നേക്കുമായി അവസാനിപ്പിക്കണമെന്ന് ഡോക്ടർ MN മേനോൻ ആവശ്യപ്പെട്ടു. നിയമങ്ങൾ സർക്കാർ കർശനമായി നടപ്പാക്കണം. കുറ്റക്കാർക്കെതിരെ ശിക്ഷാ നടപടികൾ ഉറപ്പാക്കണമെന്നും ഡോക്ടർ MN മേനോൻ പറഞ്ഞു. Fundamentally, violence against healthcare institutions and healthcare workers is a crime. It is prohibited by law. The law is there, but the enforcement is not up to the mark. We have been actually suggesting and requesting the authorities to implement these laws more rigidly, but unfortunately it was not happening. And it took the sad death, the brutal death of our Vandana Das to wake up the authorities and to amend that existing law, which was made a little more stringent. But then, after that, what is happening? Of course, nowadays I think the attacks have come down, number of attacks. But most of the attacks that is happening is brutal and cruel. ആരോഗ്യരംഗം സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണയ്ക്കും സമ്മർദ്ദങ്ങൾക്കും ഇരയാകുന്ന മേഖലയായി മാറിയ സ്ഥിതിയാണ്. ജീവൻ രക്ഷിക്കാൻ അർപ്പണബോധത്തോടെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും നിരന്തരമായി ആക്രമിക്കപ്പെടുന്നത് ഗുരുതരമായ സാമൂഹിക രോഗലക്ഷണമാണെന്നും ഇതിനെതിരെ സമൂഹമൊന്നാകെ ഒറ്റക്കെട്ടാവണമെന്നും ഡോക്ടർ മേനോൻ ആവശ്യപ്പെട്ടു. IMA പെരിന്തൽമണ്ണ ബ്രാഞ്ച് മുൻ പ്രസിഡന്റ് ഡോക്ടർ സന്തോഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. മലപ്പുറം ജില്ലാ കളക്ടർ PR വിനോദ മുഖ്യാതിഥിയായിരുന്നു. നജീബ് കാന്തപുരം MLA വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. തീർച്ചയായിട്ടും നമ്മൾ എത്തിച്ചേരേണ്ട വീണ്ടും പല മേഖലകളുമുണ്ട്, നമ്മുടെ ശ്രദ്ധ പതിയേണ്ട പല മേഖലകളുമുണ്ട്. ഇത്തരം മേഖലകളിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാനും വേദന അനുഭവിക്കുന്നവരുടെ വേദന പരിഹരിക്കാനും ഓരോ ഡോക്ടർക്കും കഴിയുകയും അതിലൂടെ സമൂഹത്തിന് മെച്ചപ്പെട്ട സേവനം കാഴ്ചവെക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. അതിന് IMA മെച്ചപ്പെട്ട നേതൃത്വം നൽകുന്നു. തീർച്ചയായിട്ടും അത് കണ്ടിന്യൂ ചെയ്തു പോകും എന്നറിയുന്നതിൽ വളരെയധികം സന്തോഷമുണ്ട്. ആരോഗ്യ പ്രവർത്തകർക്കും സ്ഥാപനങ്ങൾക്കും നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ ഇരുവരും ആശങ്കയും അതൃപ്തിയും അറിയിച്ചു. നമ്മുടെ നാട് ഇന്നൊരു വാർ സോണിൽ പ്രവർത്തിക്കുന്നവരെ പോലെ ഡോക്ടേഴ്സ് പ്രവർത്തിക്കേണ്ട ഒരു ദുരിത കാലത്തിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മളുടെ സിസ്റ്റം തകരാറിലാണെന്ന്
ആവർത്തിച്ചു പറയേണ്ടി വരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ സിസ്റ്റം നേരെയാവേണ്ട സിസ്റ്റമാണ്. പ്രത്യേകിച്ചും ഡോക്ടേഴ്സ് കമ്മ്യൂണിറ്റി ഇന്ന് നേരിടുന്ന വലിയ പ്രശ്നം. ഏറ്റവും ഒടുവിൽ ഈ താമരശ്ശേരി ഇഷ്യൂ ഡോക്ടർ മേനോൻ സാർ ഇവിടെ പറയണ്ടായി. ഞാനൊരു കാര്യം ഉറപ്പ് പറയുന്നു, 100% ഡോക്ടേഴ്സിന്റെ അവരുടെ എല്ലാവിധ സുരക്ഷിതത്വവും ഉറപ്പുവരുത്തണം എന്ന നിലപാടിനോടൊപ്പം IMAയോടൊപ്പം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനുണ്ട്. അത്രയേറെ വയലൻസ് നമുക്ക് വന്ദനാദാസിനെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. ഈ നാട്ടിൽ അത്രയേറെ ആക്രമിക്കപ്പെട്ട ഒരുപാട് ഡോക്ടേഴ്സിന്റെ ഓർമ്മകൾ കൂടിയാണ് ഈ ഒരു വേദിയിൽ നമുക്ക് പങ്കുവെക്കാനുള്ളത്. ഡോക്ടർമാരായ VUCD, KACD, IMA നോർത്ത് സോൺ വൈസ് പ്രസിഡന്റ് അജിത, മുൻ സംസ്ഥാന പ്രസിഡന്റുമാരായ സാമുവേൽ കോശി, AV ജയകൃഷ്ണൻ, ശ്രീകുമാർ വാസുദേവൻ, ദേവദാസ് KV, എബ്രഹാം വർഗീസ്, സംസ്ഥാന ട്രഷറർ റോയ് ചന്ദ്രൻ, വുമൺസ് വിംഗ് സംസ്ഥാന ചെയർപേഴ്സൺ അശോക വത്സല, കൊച്ചു S മണി, നിഷ M ഷംജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഡോക്ടർമാരായ സത്യജിത്ത്, നിലർ മുഹമ്മദ്, ആനന്ദ് C, നാരായണൻ P, ഷാജി മാത്യൂസ് തുടങ്ങിയവരും സന്നിഹിതരായിരുന്നു. റോട്ടറി, ലയൺസ്, വ്യാപാരി വ്യവസായി സംഘടനകൾ, ചാരിറ്റബിൾ ട്രസ്റ്റുകൾ തുടങ്ങിയ സാമൂഹിക സംഘടനകളുടെ പ്രതിനിധികളും IMAയുടെ സമീപ ബ്രാഞ്ചുകളിലെ ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു. പുതിയ പ്രസിഡന്റ് ഡോക്ടർ KP ഷറഫുദ്ദീൻ 2025-2026 വർഷത്തിൽ IMA നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പ്രധാന പദ്ധതികളും പരിപാടികളും വിശദീകരിച്ചു. സമൂഹവുമായി ബന്ധം ശക്തിപ്പെടുത്തിയും രോഗികളുടെ വിശ്വാസം ഉറപ്പാക്കിയും പ്രവർത്തിക്കുമെന്ന് ഡോക്ടർ ഷറഫുദ്ദീൻ പറഞ്ഞു. IMA ഹൗസിൽ നടന്ന സ്ഥാനാരോഹണ വേദിയിൽ സബിത സലീമിന്റെ സംവിധാനത്തിൽ ഡോക്ടർമാർ ചന്ത സ്കിറ്റ് അവതരിപ്പിച്ചു. രോഗികളെ പറഞ്ഞു പറ്റിച്ച് ബാങ്ക് അക്കൗണ്ട് നിറയ്ക്കാൻ ശ്രമിക്കുന്നവർ ആരായാലും ശ്രദ്ധിച്ചോളൂ. ഞാൻ എവിടെയും പോകുന്നില്ല, ഇവിടെ തന്നെ ഉണ്ടാവും, നിങ്ങൾക്കിടയിൽ, നിങ്ങളിൽ ഒരാളായ. ആരോഗ്യ പ്രവർത്തകർ നേരിടുന്ന വെല്ലുവിളികളെയും അനധികൃത ചികിത്സയെയും ബന്ധപ്പെടുത്തിയുള്ള ആക്ഷേപഹാസ്യ പരിപാടികളും നടന്നു. ഒന്നും കുടിച്ചിരുന്നില്ല, ഇപ്പൊ കുടിച്ചപ്പോൾ ക്ഷീണം കുറഞ്ഞു. എന്ത് കുടിക്കാൻ? ഇവിടെ അടുത്ത് ഹോട്ടലൊന്നുമില്ലല്ലോ. ബ്ലഡ് ബാങ്ക്. ബ്ലഡ് ബാങ്കിന്റെ അടുത്തൊരു തട്ടേടയുണ്ട്, അവിടെ കഴിക്കല്ലേ ഇരിക്കുന്നവളാണ് ഞാൻ. നൂറ്റാണ്ടിനോ? അവന് കുട്ടിക്ക് എത്ര വയസ്സായി? കുറയാ തമാശക്കാരി. പക്ഷേ ഞാനീ പറയുന്നത് ഭയം വേണ്ട, എല്ലാരും കൂടെയുണ്ട്. കണ്ണിമ വെട്ടാതെ ചെപ്പിടാം കങ്ങളി സാരഥി പദ്ധതികളെ. ചെല്ലോരും മുന്നിൽ കണ്ടപ്പോഴെല്ലാം ചങ്കിലെ ചെങ്കായി ഒപ്പം നിന്ന് മതിയിടാം. തട്ടി വിളിക്കുമ്പോൾ മുന്നിൽ വന്ന് നിന്നിടാം വഴികൂടാതെ. അലനല്ലൂർ കൊമ്പാക്കൽ കുന്നിലെ സ്നേഹതീരം ഫൗണ്ടേഷന് കീഴിൽ നിർമ്മാണം പൂർത്തിയായി വരുന്ന സ്നേഹതീരം സൗജന്യ ഡയാലിസിസ് ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ KTDC ചെയർമാൻ PK ശശി സന്ദർശിച്ചു. കാഞ്ഞിരത്തിൽ മുഹമ്മദ് ഹാജി സൗജന്യമായി നൽകിയ 83 സെന്റ് സ്ഥലത്ത് 2300 ചതുരശ്ര അടി വിസ്തീർണത്തിലാണ് കെട്ടിടം നിർമ്മിക്കുന്നത്. ദിനംപ്രതി 50ഓളം പാവപ്പെട്ട വൃക്കരോഗികൾക്ക് സൗജന്യമായി ഡയാലിസിസ് ചെയ്യുവാനുള്ള സൗകര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ സജ്ജീകരിക്കുക. നവംബർ 8 നടക്കുന്ന സ്നേഹസംഗമത്തിന്റെ മുന്നോടിയായിട്ടാണ് PK ശശി കേന്ദ്രം സന്ദർശിച്ചത്. കാലം ആവശ്യപ്പെടുന്ന ഈ ജീവകാരുണ്യ കേന്ദ്രത്തിന് എല്ലാവിധ സഹകരണങ്ങളും അദ്ദേഹം വാഗ്ദാനം ചെയ്തു. വാർഡംഗം അച്ചിപ്ര മുസ്തഫ, അബൂബക്കർ നാലകത്ത്, സ്നേഹതീരം ചെയർമാൻ ഉസ്മാൻ സഖാഫി പയ്യനടം, ഭാരവാഹികളായ മൊയ്തീൻകുട്ടി പുറ്റാനിക്കാട്, മുഹമ്മദ് അലി പറമ്പത്ത്, അബൂബക്കർ പാലോട്, ഹൈദരലി വേങ്ങ, അഭിജിത്ത് പാലോട്, ഗഫൂർ ചീളിപ്പാടം, ബഷൂർ കോട്ടപ്പാടം, കരീം ദാരിമി, കുഞ്ഞിമൊയ്തീൻ പള്ളിക്കുന്ന്, ജസീൽ എടേരം, ഹമീദ് കൊൽക്കാട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു.
പല ദേശീയ പാർട്ടികൾക്ക് പോലും കേരളത്തിൽ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി അടിസ്ഥാനത്തിൽ ഓഫീസുകളില്ല. എന്നാൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് ഓഫീസുകളില്ലാത്ത ഒരു പഞ്ചായത്തും കേരളത്തിലില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കരിങ്കലത്താണി യൂണിറ്റ് നിർമ്മിച്ച വ്യാപാര ഭവൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഓഫീസുള്ള ഒരു പ്രസ്ഥാനം CPM അല്ല, കോൺഗ്രസ് അല്ല, BJP അല്ല, മുസ്ലിം ലീഗ് അല്ല, കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ്. നമ്മുടെ ശബരിമലയിൽ ചെന്നാൽ ഒരു ഭക്താനത്തിനെ ഓഫീസുള്ളൂ. അത് വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്ക് മാത്രമേ ശബരിമലയിൽ ഓഫീസുള്ളൂ. നമ്മുടെ ഓഫീസ് ഇല്ലാത്ത ഒരു പഞ്ചായത്ത് കേരളത്തിലില്ല. പല ദേശീയ പാർട്ടികൾക്കും പല പഞ്ചായത്തുകളിലോ മുനിസിപ്പാലിറ്റികളിലോ ഒരു ഓഫീസ് പോലും ഇല്ല. ഇത്തരത്തിൽ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന അംഗങ്ങളുള്ളത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയാകാൻ കഴിയുന്നത്. ഓഫീസ് മുറി, മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുണ്ട് പുതിയ വ്യാപാര ഭവനിൽ. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും മലപ്പുറം ജില്ലാ പ്രസിഡന്റുമായ കുഞ്ഞാവു ഹാജി കോൺഫറൻസ് ഹാൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് ACH അസൈനാർ അധ്യക്ഷനായി. മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് PT മൂസു, ജില്ലാ സെക്രട്ടറി അക്രം ചുണ്ടയിൽ, വനിതാ വിംഗ് സംസ്ഥാന സെക്രട്ടറി ജമീല ഇസുദ്ദീൻ, പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം, മണ്ഡലം ജനറൽ സെക്രട്ടറി മനോജ് മേലാറ്റൂർ, യൂണിറ്റ് ജനറൽ സെക്രട്ടറി ഹുസൈൻ, യൂണിറ്റ് അംഗങ്ങളായ ജലീൽ മദീന, MP അൻവർ, പൊന്നത്ത് നജീബ്, കാരിൽ ഗഫൂർ, മുസ്തഫ കൗമുദി, സാദിഖ് സഭാൻ, ബാബു മേലാറ്റൂർ തുടങ്ങിയവർ പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കരിങ്കലത്താണി ടൗണിൽ വിളംബര ഘോഷയാത്രയും ഉണ്ടായി. സൗജന്യ വൃക്ക മാറ്റിവെക്കൽ പദ്ധതിയുമായി പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ. പുനർജനി പദ്ധതിയിൽ 10 രോഗികൾക്ക് പൂർണ്ണമായി സൗജന്യമായും 50 രോഗികൾക്ക് ഇളവോടുകൂടിയും വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തും. പുനർജനി പദ്ധതിയുടെ പ്രഖ്യാപനവും ഉദ്ഘാടനവും ഒക്ടോബർ 31 പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P ഉണ്ണീൻ അറിയിച്ചു. കിംസ് അൽഷിഫ ഹോസ്പിറ്റലിന്റെ 35ാം വാർഷികത്തിന്റെ ഭാഗമായി വിവിധ സാമൂഹ്യ സേവന പദ്ധതികൾ നടപ്പിലാക്കി വരുന്നുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പദ്ധതിയാണ് നിർധനരായ രോഗികൾക്ക് സൗജന്യമായി വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുന്ന പുനർജനി പദ്ധതി. അനേകം രോഗികളാണ് ദിവസവും ഡയാലിസിസ് ചെയ്ത് വരുന്നത്. വൃക്ക മാറ്റിവെക്കാനുള്ള ഭാരിച്ച ചെലവ് ഇവർക്ക് ചിന്തിക്കാൻ പോലും സാധ്യമല്ല. ഈ സാഹചര്യത്തിലാണ് സഹായഹസ്തവുമായി കിംസ് അൽഷിഫ എത്തുന്നത്. 10 പേർക്ക് പൂർണ്ണമായും സൗജന്യമായും 50 പേർക്ക് ഇളവോടുകൂടിയും സൗജന്യ നിരക്കിലും ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കുമെന്ന് കിംസ് അൽഷിഫ വൈസ് ചെയർമാനും എക്സിക്യൂട്ടീവ് ഡയറക്ടറുമായ ഡോക്ടർ P ഉണ്ണീൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഒക്ടോബർ 31 വെള്ളിയാഴ്ച പകൽ 2:30 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പദ്ധതി പ്രഖ്യാപിക്കും. കഴിഞ്ഞ 35 വർഷക്കാലമായി സുദീർഘമായ സേവനം നടത്തുന്ന അൽഷിഫ ഹോസ്പിറ്റൽ അതിൻ്റെ 35ാം വാർഷികം പ്രമാണിച്ച് വളരെ പാവപ്പെട്ട ഗുരുതരരായ കിഡ്നി പേഷ്യൻസിന് 10 കിഡ്നി പേഷ്യൻസിന് പരിപൂർണമായിട്ടും സൗജന്യമായി കിഡ്നി മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ചെയ്തു കൊടുക്കും. അതോടൊപ്പം തന്നെ 50 കിഡ്നി രോഗികൾക്ക് കൺസെഷൻ ലെവലിലും കിഡ്നി മാറ്റിവെച്ച് കൊടുക്കും. സന്നദ്ധ സംഘടനകൾ കണ്ടെത്തുന്ന പാവപ്പെട്ട അർഹരായ രോഗികളെ ഹോസ്പിറ്റലിന്റെ സ്ക്രീനിംഗ് സമിതി പരിശോധിച്ച ശേഷമാണ് വൃക്ക മാറ്റിവെക്കൽ സർജറിക്ക് തിരഞ്ഞെടുക്കുക. മസ്തിഷ്ക മരണം സംഭവിച്ചവരുടെ വൃക്ക മറ്റൊരാൾക്ക് മാറ്റിവെക്കുന്നത് അപൂർവമാണ്. എന്നാൽ രോഗികളുടെ ബന്ധുക്കളുടെ സമ്മതപ്രകാരമുള്ള വൃക്ക മാറ്റിവെക്കൽ സർജറിയാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ നടത്തിയിരുന്നത്. ഇതിനെ പുനർജനി പദ്ധതിയിലൂടെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുമെന്ന് കിഡ്നി ട്രാൻസ്പ്ലാന്റ് സർജൻ ഡോക്ടർ മുരളി PM പറഞ്ഞു. ലൈവ് ഡോണർ എന്ന് പറയുന്നത് താൽക്കാലികമായിട്ടുള്ളതാണ്. അത് തന്നെയാണ് പ്രശ്നം. നമ്മുടെ അവിടെ നമ്മൾ 15-20 വർഷമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളിപ്പോൾ പല കമേഴ്ഷ്യൽ സെന്ററുകളിൽ വെച്ച് നോക്കുമ്പോൾ നമ്പർ കുറവായിരിക്കാം. അതിന്റെ റീസൺ നമ്മൾ വളരെ എത്തിക്കലായിട്ട് ലൈവ് ഡോണർ മാത്രമേ ചെയ്യുന്നുള്ളൂ, അൺറിലേറ്റഡ് ചെയ്യുന്നില്ല. അത് തന്നെയാണ് അതിന്റെ കാരണം വരുന്നത്. അപ്പൊ ലൈവ് റിലേറ്റഡ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സാമ്പത്തിക വശമുണ്ട്.
കാരണം അൺഗ്രീഡഡ് ചെയ്യുന്നതിന് പൈസയുടെ ചെലവ് വരുന്നു. അത് സാമ്പത്തികമായിട്ട് മുൻപിലുള്ളവർക്ക് മാത്രമേ അത് അഫോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ സമ്പൂർണ്ണ കിഡ്നി ട്രാൻസ്പ്ലാന്റ് വിഭാഗമാണ് കിംസ് അൽഷിഫയിലേത്. അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജീകരിച്ച ടിൻ ഓപ്പറേഷൻ തിയേറ്റർ, സ്പെഷ്യലൈസ്ഡ് ട്രാൻസ്പ്ലാന്റ് ICU, വിദഗ്ധരായ ഡോക്ടർമാർ, നഴ്സിംഗ്, പാരാമെഡിക്കൽ സ്റ്റാഫുകൾ, രോഗി പരിചരണം തുടങ്ങിയ സൗകര്യങ്ങളോടെയാണ് പ്രവർത്തനം. വാർത്താസമ്മേളനത്തിൽ ഹോസ്പിറ്റൽ CEO പ്രിയൻ KC, മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ മുഹമ്മദ് യഹിയ, ട്രാൻസ്പ്ലാന്റ് ഫിസിഷ്യന്മാരായ PM ഗണേശൻ, M നയന, M ബാബു, നിഷാദിയൻ, ട്രാൻസ്പ്ലാന്റ് സർജൻ രാഹുൽ നാരായണൻ, ക്ലിനിക്കൽ അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു. കേരള പ്രവാസി സംഘം ചെർപ്പശ്ശേരി ഏരിയ സമ്മേളനം ശനിയാഴ്ച നടക്കും. അർബൻ ബാങ്ക് ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2026 ജനുവരിയിൽ തിരൂരിൽ വെച്ച് നടക്കുന്ന കേരള പ്രവാസി സംഘം 7ാമത് സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായാണ് ചെർപ്പശ്ശേരി ഏരിയ സമ്മേളനം നടക്കുന്നത്. ഒക്ടോബർ 25 ശനിയാഴ്ച ചെർപ്പശ്ശേരി അർബൻ ബാങ്ക് ഹാളിൽ വെച്ച് നടക്കുന്ന പരിപാടി KPS സംസ്ഥാന കമ്മിറ്റി അംഗം VK ഉമ്മർ ഉദ്ഘാടനം ചെയ്യും. 2002 രൂപം നൽകി പ്രവർത്തനം ആരംഭിച്ച കേരള പ്രവാസി സംഘം നിരവധി ജനകീയ സമരങ്ങൾക്കാണ് നേതൃത്വം നൽകിയത്. 2009 ആരംഭിച്ച പ്രവാസി കേരളീയ ക്ഷേമ ബോർഡിന്റെ കീഴിൽ പ്രഖ്യാപിച്ച 500 രൂപ പെൻഷൻ ഇന്ന് 3500 രൂപയിലേക്ക് ഉയർത്താനും കേരള പ്രവാസി സംഘം ഇടപെടൽ നടത്തി. 25 ശനിയാഴ്ച നടക്കുന്ന ഏരിയ സമ്മേളനത്തിലും 28 ഒറ്റപ്പാലത്ത് വെച്ച് നടക്കുന്ന കേരള പ്രവാസി സംഘം ജില്ലാ സമ്മേളനത്തിലും സംഘടനാ പ്രതിനിധികളും ജനപ്രതിനിധികളുമായി പ്രമുഖർ പങ്കെടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മലപ്പുറം ജില്ലയിൽ തിരൂർ വെച്ചാണ് ഇത്. 2026 ജനുവരി മാസത്തിലാണ്. തീയതി തീരുമാനിച്ചിട്ടില്ല. കാരണം ഇലക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിനുശേഷം തീയതി തീരുമാനിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് മാസം മാത്രം തീരുമാനിച്ചിട്ടുള്ളത്. അതിന് മുന്നോടിയായി നടക്കുന്ന ജില്ലാ സമ്മേളനം ഒറ്റപ്പാലത്ത് വെച്ച് 2025 ഒക്ടോബർ 28 തീയതി ഒറ്റപ്പാലത്ത് വെച്ചാണ് നടക്കുന്നത്. കേരള പ്രവാസി സംഘത്തിൻ്റെ ഏരിയ സമ്മേളനം ചെർപ്പശ്ശേരി അർബൻ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് 25 തീയതി, അതായത് ശനിയാഴ്ച ഒക്ടോബർ 25 തീയതിയാണ് നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ സമ്മേളനത്തിൽ പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്യുന്നത് സംസ്ഥാന കമ്മിറ്റി അംഗം, കേരള പ്രവാസി സംഘത്തിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗം VK ഉമ്മർക്കാണ്. ഇതിൻ്റെ സംഘടനാ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഇതിൽ പങ്കെടുക്കുന്നത് കേരള പ്രവാസി സംഘത്തിൻ്റെ ജില്ലാ ട്രഷറർ CP സെയ്തലിയാണ്. കൂടാതെ ഇതിനായി അഭിവാദ്യം ചെയ്യുന്നതിന് വേണ്ടി ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ യാഹു ലിബർട്ടി, റിയാസ് പട്ടാമ്പി എന്നിവരും കൂടി പങ്കെടുക്കുന്നുണ്ട്. കൂടാതെ 23 നിലവിലുള്ള 23 അംഗ ഏരിയ കമ്മിറ്റി അംഗങ്ങളും അടക്കം 110 പ്രതിനിധികളാണ് ഈ ഏരിയ സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. സംഘം ഏരിയ പ്രസിഡന്റ് കുഞ്ഞബ്ദുള്ള, ജില്ലാ കമ്മിറ്റി അംഗം P സൈനുദ്ദീൻ, ട്രഷറർ KS രഘുപ്രസാദ്, ഏരിയ കമ്മിറ്റി അംഗം അബ്ദുറഹ്മാൻ, KT ഇക്ബാൽ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് കേരളോത്സവത്തിന് വർണ്ണാഭമായ തുടക്കം. നെല്ലിപ്പുഴ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച വിളംബര ജാഥ ബ്ലോക്ക് പഞ്ചായത്തിൽ സമാപിച്ചു. മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ 8 പഞ്ചായത്തുകളിലെ ഗ്രാമീണ ഉത്സവങ്ങളിൽ വിജയിച്ച കലാകായിക പ്രതിഭകളാണ് ബ്ലോക്ക് തല മത്സരത്തിനെത്തുന്നത്. നവംബർ 3 വരെ മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാൾ, GMUP സ്കൂൾ, MES സ്കൂൾ തുടങ്ങിയ വിവിധ വേദികളിലാണ് പരിപാടികൾ നടക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് B പ്രീത വിളംബര ജാഥ ഉദ്ഘാടനം ചെയ്തു. അത് എല്ലാ യുവാക്കളും പങ്കെടുക്കുമ്പോൾ അവർ നമ്മുടെ ചെറുപ്പകാലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടുപോകുമ്പോൾ അതിൽ നമ്മൾ ചെറുപ്പക്കാരായും കുട്ടികളായും നമ്മൾ മാറുമ്പോൾ നമുക്കും അതിലൊരു സമാധാനം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ആസൂത്രണ സമിതിയിലെ ഏറ്റവും പ്രായമായ ആളുകൾ പോലും ഇന്ന് യുവാക്കളായിക്കൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നത്. ഒപ്പം തന്നെ ഞങ്ങളുടെ ഭരണസമിതിയിലെ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് പ്രവർത്തിക്കുമ്പോൾ അതൊരു വിജയമായി തന്നെ നമുക്ക് മാറ്റാൻ കഴിയും. 8 ഗ്രാമപഞ്ചായത്തുകളിലെയും കേരളോത്സവം കഴിഞ്ഞു. അത് കഴിഞ്ഞ് ബ്ലോക്കിലേക്ക് വന്നു. ബ്ലോക്കിലെ കേരളോത്സവം നമ്മുടെ വൈസ് പ്രസിഡന്റ് ഇവിടെ സൂചിപ്പിച്ച പോലെ ഇന്ന് വിളംബര ഘോഷയാത്ര, നാളെ ആർട്സ്, നാളെയും മറ്റന്നാളും, അത് കഴിഞ്ഞാൽ 1-2 തീയതികളിൽ നമ്മൾ സ്പോർട്സ് ആൻഡ് ഗെയിംസ് ആണ്. വൈസ് പ്രസിഡന്റ് ബഷീർ തെക്കൻ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ ചെറൂട്ടി മുഹമ്മദ്, ബിജു ടോമി, KP ബുഷറ, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KPM സലീം, രാജനാമ്പാടത്ത്, ഭരണസമിതി അംഗങ്ങളായ PV കുര്യൻ, പടുവിൽ കുഞ്ഞു മുഹമ്മദ്, തങ്കം മഞ്ചാടിക്കൽ, ഓമന രാമചന്ദ്രൻ, ആയിഷ ബാനു, സംഘാടക സമിതി അംഗങ്ങളായ അബൂവറുടൻ, ഗിരീഷ് ഗുപ്ത എന്നിവർ നേതൃത്വം നൽകി.
ബ്ലോക്ക് പഞ്ചായത്ത് ജീവനക്കാർ, അങ്കണവാടി ജീവനക്കാർ, ആശാവർക്കർമാർ, ഹരിതകർമ്മ സേനാംഗങ്ങൾ, കുടുംബശ്രീ അംഗങ്ങൾ, മഹിളാ പ്രധാന ഏജന്റുമാർ തുടങ്ങി നൂറുകണക്കിന് പ്രവർത്തകർ ഘോഷയാത്രയിൽ പങ്കെടുത്തു. KSSPA ശ്രീകൃഷ്ണപുരം മണ്ഡലം വാർഷിക സമ്മേളനം ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ വച്ച് നടന്നു. സമ്മേളനം ജില്ലാ പ്രസിഡന്റ് K. ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. പെൻഷൻ പരിഷ്കരണം അനന്തമായി നീട്ടിക്കൊണ്ടു പോകരുതെന്ന് സമ്മേളനം ആവശ്യപ്പെട്ടു. 2014 മുതൽ 16 വരെയുള്ള പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശിക ഒന്നിച്ച് നൽകിയാൽ അത് ഖജാനാവിനെ ബാധിക്കും എന്ന് ദീർഘവീക്ഷണത്തോടെ കണ്ടുകൊണ്ട് 14 മുതൽ 16 വരെ തരേണ്ട കുടിശ്ശിക, ക്ഷാമാശ്വാസ കുടിശ്ശിക 4 ഗഡുക്കളായി അനുവദിച്ചു തന്നപ്പോൾ എല്ലാം നമുക്ക് 4 ഗഡുക്കളും കിട്ടി. അത് അനുവദിച്ച സമയത്ത് ഇവിടുത്തെ ഇതര പെൻഷൻ യൂണിയനുകൾ, മാർക്സിസ്റ്റ് പിതാവിന്റെ നിയന്ത്രണത്തിലുള്ള പെൻഷൻ യൂണിയനുകൾ ചോദിച്ചത് 4ാമത്തെ ഗഡു ഈ വാങ്ങാൻ, ആനുകൂല്യം വാങ്ങാൻ ഈ പെൻഷൻകാരൻ ജീവിച്ചിരിക്കുന്നുള്ളതിന് എന്താണ് ഉറപ്പ് എന്ന് ചോദിച്ചവർ ഇപ്പോ 24 19 കഴിഞ്ഞ് 24 കഴിഞ്ഞ് 25 26 നടന്നെടുക്കുമ്പോഴും ഇപ്പോഴും 2021 നടപ്പിലാക്കിയ പെൻഷൻ പരിഷ്കരണത്തിന്റെ കുടിശ്ശികകൾ, ക്ഷാമാശ്വാസത്തിന്റെ കുടിശ്ശിക കിട്ടാതെ 1 ലക്ഷത്തിലധികം പേർ മരിച്ചുപോയി. പ്രസിഡന്റ് V. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷനായി. നിയോജകമണ്ഡലം പ്രസിഡന്റ് KP മോഹൻകുമാർ മികച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി PV ശശിധരൻ വാർഷിക റിപ്പോർട്ടും ട്രഷറർ M. ബാലകൃഷ്ണൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. DCC നിർവാഹക സമിതി അംഗം K. രാമകൃഷ്ണൻ, UDF ചെയർമാൻ P. ഗിരീശൻ, ചിങ്ങനടി ഭാസ്കരൻ, A. ജ്ഞാനാംബിക, U. കുഞ്ഞായമു, GK. ബാബുനാരായണൻ, K. ശിവദാസൻ, ജോർജ് ജോസഫ്, N. നാരായണൻകുട്ടി, V. ചന്ദ്രിക, PG. ദേവരാജൻ, NM. ഉമേഷ് എന്നിവർ സംസാരിച്ചു. പുതിയ ഭാരവാഹികളായി V. ഉണ്ണികൃഷ്ണനെ പ്രസിഡന്റായും PV ശശിധരനെ സെക്രട്ടറിയായും M. ബാലകൃഷ്ണനെ ട്രഷററായും തെരഞ്ഞെടുത്തു. വനിതാ ഫോറം പ്രസിഡന്റായി V. ചന്ദ്രികയെയും സെക്രട്ടറിയായി NM. ലളിതയെയും തെരഞ്ഞെടുത്തു. ഓൾ കേരള ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ ഫോട്ടോഗ്രാഫി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കേരള ലളിതകലാ അക്കാദമിയുടെ മലപ്പുറം ആർട്ട് ഗാലറിയിൽ ഫോട്ടോഗ്രാഫി പ്രദർശനം സംഘടിപ്പിച്ചു. ക്ലബിലെ 36 അംഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത വിഷയങ്ങളെ അധികരിച്ചുകൊണ്ട് പകർത്തിയ 166 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ഫോട്ടോപ്യ 2025 എന്ന പേരിലാണ് ഫോട്ടോഗ്രാഫി പ്രദർശനം സംഘടിപ്പിച്ചത്. കേരള ലളിതകലാ അക്കാദമി മലപ്പുറം ആർട്ട് ഗാലറിയിൽ ഒരുക്കിയ ഫോട്ടോ പ്രദർശനം കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു. AKPA സംസ്ഥാന ജില്ലാ നേതാക്കളും ക്ലബ് അംഗങ്ങളും പങ്കെടുത്തു. ജില്ലാ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് കോർഡിനേറ്റർ മുരളി ഐറിസ് അധ്യക്ഷത വഹിച്ചു. ഫോട്ടോപ്യ ക്യൂറേറ്റർ നാസി അബ്ദുൽ നാസർ, സംസ്ഥാന സെക്രട്ടറി മസൂദ് മംഗലം, സംസ്ഥാന PRO ബാബു അലിയാസ്, ജില്ലാ പ്രസിഡന്റ് സജിത് ഷൈൻ, സെക്രട്ടറി ശശികുമാർ മങ്കട, ട്രഷറർ റോഷിദ് KG, വിജയൻ മാറഞ്ചേരി, ക്ലബ്ബ് സബ് കോർഡിനേറ്റർ അഭിലാഷ് വിശ്വ എന്നിവർ സംസാരിച്ചു. ക്ലബ്ബിലെ 36 അംഗങ്ങൾ വിവിധ പ്രദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത വിഷയങ്ങളെ ബന്ധപ്പെടുത്തി പകർത്തിയ 166 ചിത്രങ്ങളാണ് പ്രദർശിപ്പിച്ചത്. ജില്ലാ ഫോട്ടോഗ്രാഫി ക്ലബ്ബ് എല്ലാ വർഷവും ചെയ്തുവരുന്ന നേച്ചർ വാക്ക് എന്ന പ്രദർശനത്തിന്റെ തുടർച്ചയായ ഈ പ്രദർശനം പേരിലും ആശയത്തിലും മാറ്റം വരുത്തിയാണ് ഈ വർഷം അവതരിപ്പിച്ചത്. പ്രദർശനം ഒക്ടോബർ 26 സമാപിക്കും. ഒരു ചെറിയ ഇടവേള കൂടി. മറ്റു വാർത്തകൾ നോക്കാം. വാണിജ്യ വാർത്തകൾ. അനങ്ങനടി MNR അദ്ഭുത ബിരിയാണിയുടെ രുചിക്കൂട്ട് ഇനി വാണിയംകുളം കോതയൂർ കാറ്റാടിപ്പടിയിലും. 3ാമത് ശാഖ P. മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. ബിരിയാണി രുചിക്കൂട്ടിൽ തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് കുറഞ്ഞ സമയം കൊണ്ട് ഭക്ഷണപ്രിയരുടെ മനസ്സിൽ ഇടം പിടിച്ച അനങ്ങനടി MNR അദ്ഭുത ബിരിയാണിയുടെ 3ാമത് ശാഖയാണ് വാണിയംകുളം കോതകുർശി റോഡിൽ കോതയൂർ കാറ്റാടിപ്പടിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. ഷൊർണൂർ MLA P. മമ്മിക്കുട്ടി പുതിയ സ്ഥാപനം നാടിന് സമർപ്പിച്ചു.
വാണിയകുളം പത്തമളം റോഡില് വാണിയകുളം പഞ്ചായത്തും അനങ്ങടി പഞ്ചായത്തും അതിർത്തി പങ്കുവെക്കുന്ന കോതയൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് കാറ്റാടിപ്പടിയിൽ പുതുതായിട്ട് ആരംഭിക്കുന്ന അത്ഭുത ബിരിയാണി ഹോട്ടലിലാണ് നമ്മൾ നിൽക്കുന്നത്. അത്ഭുത ബിരിയാണി നമ്മുടെ ഇവിടെയൊക്കെ തന്നെ വളരെ ഫേമസ് ആണ്. ഓലക്കുറിശി ഒരു അത്ഭുത ബിരിയാണി ഉണ്ട് അല്ലേ, മദർ സംഘടനയാണ്. അവിടുത്തെ പ്രവർത്തനത്തിന്റെ ഭാഗമായി ജനങ്ങൾ നൽകിയ പിന്തുണയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കിട്ടിയ പ്രചോദനത്തിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്ന് ആരംഭിക്കാൻ തീരുമാനിച്ചത്. ഈ അത്ഭുത ബിരിയാണി കേന്ദ്രം ദീർഘായുസോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും നിലനിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി. വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ഗംഗാധരൻ, മുൻ പ്രസിഡന്റ് കെ ഭാസ്കരൻ, അരങ്ങനടി ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ CP ശശി, മറ്റ് വ്യാപാരി സുഹൃത്തുക്കൾ, കുടുംബാംഗങ്ങൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായി. അൺലിമിറ്റഡ് റൈസുമായി ബീഫ് ദം ബിരിയാണി, ചിക്കൻ ദം ബിരിയാണി, ചിക്കൻ ബിരിയാണി, കുഴിമന്തി, അൽഫാം തുടങ്ങിയ രുചിയൂറും വിഭവങ്ങളാണ് ഭക്ഷണപ്രിയർക്കായി അത്ഭുത ബിരിയാണിയിൽ ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ ചായ, കോഫി, എണ്ണക്കടികൾ, ഫ്രഷ് ജ്യൂസുകൾ, ഷേക്കുകൾ, സോഫ്റ്റ് ഡ്രിങ്ക്സുകൾ, അവിൽ മിൽക്ക് എന്നിവയും ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുണ്ട്. കൂടാതെ പാർട്ടി ഓർഡറുകളും കാറ്ററിംഗ് ഇവന്റ് സർവീസുകളും ലഭ്യമാണ്. മറ്റു വാർത്തകൾ. യങ് ഇന്നവേറ്റീവ് പ്രോഗ്രാം ശാസ്ത്രപദം 8.0 ബ്ലോക്ക് തല പരിശീലനം ചെർപ്പളശ്ശേരി BRC ഹാളിൽ സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം P. മൊയ്തീൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. കുട്ടികളുടെ നൂതനാശയങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ KDISC, സർവശിക്ഷ കേരള, പാലക്കാട് ജില്ലാ പഞ്ചായത്ത് എന്നിവ ചേർന്ന് സംയുക്തമായി നടത്തുന്ന പദ്ധതിയാണ് YIP 8.0. 8ാം ക്ലാസ് വിദ്യാർത്ഥികൾ മുതൽ ഗവേഷണ വിദ്യാർത്ഥികൾ വരെ ഈ പദ്ധതിയിൽ പങ്കാളികളാകുന്നു. BPCNP P. പ്രിയേഷ് അധ്യക്ഷനായി. BRC ട്രെയിനർ PC ശിവശങ്കരൻ, കടമ്പഴിപ്പുറം GUP സ്കൂൾ പ്രധാനാധ്യാപകൻ MP ഗോപാലകൃഷ്ണൻ, ക്ലസ്റ്റർ കോർഡിനേറ്റർ A. രാജേഷ് എന്നിവർ സംസാരിച്ചു. MR സജു, R. വിനീത, C. പ്രസീത എന്നിവർ ക്ലാസ് എടുത്തു. 44 പേരടങ്ങുന്ന ഒരു ശില്പശാലയാണ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ശില്പശാലയുടെ പ്രധാനമായ അതിൻ്റെ കാര്യങ്ങളൊക്കെ വളരെ ചുരുങ്ങി ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ പ്രിയേഷ് മാഷ് സൂചിപ്പിച്ചു. എന്തിനാണ് ഇങ്ങനെ ഒരു ശില്പശാല സംഘടിപ്പിച്ചിരിക്കുന്നത്? നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് കഴിവുകളുള്ള
മക്കൾ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്നുണ്ട്. വിവിധ തരത്തിലുള്ള കഴിവുകളുള്ള കുട്ടികളുണ്ട്. അത്തരം കുട്ടികളെ കണ്ടെത്തി അവരുടെ കഴിവിന് അനുസരിച്ച് ഏത് മേഖലയാണോ അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത് എങ്കിൽ ആ മേഖലയിലേക്ക് അവർക്ക് ആവശ്യമായ പ്രോത്സാഹനങ്ങൾ നൽകി. ഒറ്റപ്പാലം ചുനങ്ങാട് വാണിവിലാസിനി LP സ്കൂളിൽ ജൈവ പച്ചക്കറി വിളവെടുപ്പുത്സവം നടത്തി. 18-ാം വാർഡ് മെമ്പർ P. ഗംഗാധരൻ ഉദ്ഘാടനം നിർവഹിച്ചു. സ്കൂളിലെ 3 സെന്റ് സ്ഥലത്താണ് ജൈവ പച്ചക്കറി കൃഷി. പടവലം, പാവൽ, വെണ്ടയ്ക്ക, പച്ചമുളക്, പയർ, മത്തൻ, കായ, കയ്പ, വാഴ എന്നിവയാണ് കൃഷി ചെയ്യുന്നത്. വിഷരഹിതമായ പച്ചക്കറികൾ നമ്മുടെ വീട്ടുമുറ്റത്തും കൃഷി ചെയ്ത് ഉണ്ടാക്കാമെന്ന് പുസ്തകത്താളിലെ വിവരങ്ങൾക്കപ്പുറം പ്രായോഗികമായി കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയുമാണ് കൃഷിയുടെ ലക്ഷ്യം. രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ ഇല്ലാതെയും കൃഷി ചെയ്യാമെന്ന് മനസ്സിലായതായി കുട്ടികൾ പറഞ്ഞു. പ്രധാനാധ്യാപിക P. സന്ധ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. തൂതപ്പുഴയിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട 17-കാരിയുടെ ജീവൻ രക്ഷിച്ച നാടിൻ്റെ അഭിമാനമായ ശ്രേയ കൃഷ്ണനുണ്ണിയെ ചൈൽഡ് ഫ്രണ്ട്ലി ഓർഗനൈസേഷൻ ആദരിച്ചു. പ്രസിഡന്റ് അസീസ് മാടഞ്ചേരി, ജനറൽ സെക്രട്ടറി റംല ആലിപ്പറമ്പ്, ട്രഷറർ അനീസ് മലപ്പുറം, വൈസ് പ്രസിഡന്റ് ശബാന ചെമ്മാട്, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ സുബൈർ തൂത, റഷീദ് കൂട്ടിലങ്ങാടി, സുഹറ തൂത, അബ്ദുറഹ്മാൻ ഇ കെ, പ്രതീഷ് ആലിപ്പറമ്പ് എന്നിവർ പങ്കെടുത്തു. സ്പെഷ്യൽ ഇൻസെന്റീവ് റിവിഷൻ വോട്ടർ പട്ടികയിലെ തീവ്ര പരിഷ്കരണം നടപടികളിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് മണ്ണാർക്കാട് LDF സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. GMUP സ്കൂളിന് സമീപം സംഘടിപ്പിച്ച ധർണ CPI സംസ്ഥാന കമ്മിറ്റി അംഗം ജോസ് ബേബി ഉദ്ഘാടനം ചെയ്തു. CPM ഏരിയ സെക്രട്ടറി NK നാരായണൻകുട്ടി അധ്യക്ഷത വഹിച്ചു. AK അസീസ്, TR സെബാസ്റ്റ്യൻ, സദക്കത്തുള്ള പള്ളത്ത്, KV അമീർ, കബീർ എന്നിവർ സംസാരിച്ചു. പ്രതിപക്ഷ പാർട്ടികളായ മറ്റു പാർട്ടികൾക്കും സ്വാധീനമുള്ള സംസ്ഥാനമാണ് മഹാരാഷ്ട്ര. ആ മഹാരാഷ്ട്രയിൽ NCP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ പിളർത്തി അതിനെ രണ്ടാക്കി എല്ലാം പണം ചെലവഴിച്ച് അധികാരം ഉപയോഗിച്ചുകൊണ്ട് NCPയിലുണ്ടായിരുന്ന പണ്ടത്തെ ചില ആളുകളെ അവരുടെ പേരുള്ള കേസുകൾ ഉയർത്തി കാണിച്ചുകൊണ്ട് ആ രാഷ്ട്രീയ പാർട്ടിയെ രണ്ടാക്കി അതിൽ ഒരു വിഭാഗത്തെ തങ്ങളുടെ ഭാഗത്താക്കി തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ യഥാർത്ഥ NCP ശരത് പവാറിന്റെ NCP ആണ് മഹാരാഷ്ട്രയിലെ NCP എന്ന് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ സകല മനുഷ്യർക്കും അറിയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജയിച്ചു വരുന്നത് BJPയും അത് അവരുടെ സഖ്യകക്ഷികളുമാണെന്നുള്ള സത്യം നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. എന്തൊരു മറിമായമാണെന്ന് ചോദിച്ചാൽ ഇതൊരു വല്ലാത്ത മറിമായമാണ്. ആളുകൾ പ്രതിഷേധമുണ്ട്, രോഷമുണ്ട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അനങ്ങനടി ഗ്രാമപഞ്ചായത്തിൽ UDFൽ അഭിപ്രായ ഭിന്നത. ലീഗ് സ്ഥിര സമിതി അധ്യക്ഷയെ UDF അംഗങ്ങൾ അവിശ്വാസ പ്രമേയത്തിലൂടെ പുറത്താക്കി. ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിര സമിതി അധ്യക്ഷ CP വിജയയെയാണ് സ്വന്തം പാർട്ടിക്കാർ പുറത്താക്കിയത്. CPMന്റെ പൊതുപരിപാടികളിൽ പങ്കെടുത്തതിനാണ് നടപടിയെന്ന് UDF പഞ്ചായത്ത് ചെയർമാൻ K. അബ്ദുൽ സലാം. ആധുനിക കൃഷിരീതിയിലേക്ക് നമ്മുടെ കർഷകരെ എത്തിക്കണമെന്ന് കൃഷി വകുപ്പ് മന്ത്രി P. പ്രസാദ്. പട്ടാമ്പി സെൻട്രൽ ഓർച്ചാർഡ് നവീകരണ ഉദ്ഘാടനവും ഫാം ടൂറിസം നിർമ്മാണ ഉദ്ഘാടനവും മന്ത്രി നിർവഹിച്ചു. ഒറ്റപ്പാലത്ത് കാർഷിക മഹോത്സവം മന്ത്രി ഉദ്ഘാടനം ചെയ്തു. കാറ്റിലും മഴയിലും പട്ടാമ്പിയിൽ ജില്ലാ ശാസ്ത്രോത്സവത്തിന്റെ പ്രധാന വേദി തകർന്നു. ആളപായമില്ല. സമാപന ചടങ്ങ് നടത്താനിടുന്ന വേദിയാണ് തകർന്നത്. 3 ദിവസത്തെ മേളയ്ക്ക് സമാപിച്ചു. പട്ടാമ്പി ടൗണിൽ ബൈക്ക് അപകടത്തിൽ യുവാവ് മരിച്ചു. 30-കാരനായ അർജുൻ രാജാണ് മരിച്ചത്. മറ്റൊരു വാഹനത്തെ മറികടക്കുന്നതിനിടെ ബൈക്ക് മറിഞ്ഞാണ് അപകടം. മണ്ണാർക്കാട് നഗരസഭയിൽ UDF സീറ്റ് വിഭജനത്തിൽ ധാരണ. മുൻ വർഷത്തേക്കാൾ 1 വാർഡ് കോൺഗ്രസിന് അധികം നൽകും. കോൺഗ്രസ് 12 വാർഡിലും ലീഗ് 18 വാർഡിലും മത്സരിക്കും. മണിയംകുളം പുലാച്ചിത്രയിൽ വീടിന് നേരെ ആക്രമണം. കുത്തിരിത്തൊടി ബാലചന്ദ്രന്റെ വീടാണ് ആക്രമിച്ചത്. ചുറ്റുമതിൽ തകർത്തു. നേരത്തെയും ആക്രമണം ഉണ്ടായിരുന്നതായി വീട്ടുകാർ. ആരോഗ്യ പ്രവർത്തകർക്ക് നേരെയുള്ള അക്രമങ്ങൾ സമൂഹത്തിന് അപമാനമെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നിയുക്ത സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ MN മേനോൻ. അതിക്രമങ്ങൾ തടയാൻ നിയമങ്ങളും നടപടികളും ശക്തമാക്കണം.